ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ള ഒരു കിടക്കാച്ചി കറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ തിളച്ച് മറിയണ ഈ നല്ല മൊഞ്ചോട് കൂടി ഇങ്ങനെ തിളച്ച് മറിയണ ഈ കറി ഏതാന്ന് മനസ്സിലായാ? അതന്നെ കണ്ടിട്ടിപ്പോൾ നിങ്ങൾക്ക് കോഴിക്കറിയാന്നൊക്കെ തോന്നണില്ലേ? അപ്പോൾ ഇത് എന്ത് കറിയാണെന്നറിയാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ പോന്നോളി. അപ്പോൾ നമ്മളെ സോയാ ചങ്ക്സ് വെച്ചിട്ടാണ് ഈ അടിച്ചാപ്പൊടി കറി ഉണ്ടാക്കുന്നത്. അപ്പം അതിന് ഞാൻ സോയാ സോസ് ഒന്ന് പുതിർത്തി അത് നല്ലോണം കഴുകി വൃത്തിയാക്കി വാരി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഒരു 2 തക്കാളി വലുത് അരിഞ്ഞത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത്, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ 2 ഉള്ളി, കുറച്ച് പട്ട, കറാമ്പൂത്തും. അപ്പം നമ്മൾ ആ തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ആ മസാലപ്പൊടികളെല്ലാം കൂടിയും മിക്സിയിലിട്ടുണ്ട് അരച്ച് വന്നിട്ടുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ചിങ്ങാണ്ട് നമ്മൾ പട്ടയും കറാമ്പും തരാൻ പോയാൽ ചട്ടി ഇതേപോലെ കരിയും. അപ്പോൾ ഇനി അങ്ങനെ ചെയ്യരുതാരും. ഞാൻ ഏതായാലും ചെയ്ത്, നിങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട. അപ്പോൾ ആ പട്ടിയും കറാമ്പൊക്കെ അങ്ങോട്ട് അതിലേക്കണ്ടിട്ട് ആ ചൂടായ എണ്ണയെ കണ്ടിട്ട് അതങ്ങോട്ട് പൊട്ടിങ്ങോട്ട് വന്നപ്പോഴേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളി കണ്ടിട്ട് കൊടുത്ത് അതിങ്ങനെ ഉണ്ട് വാടി, വല്ലാതെ അങ്ങനെ നിറം മാറി വാടണമെന്നൊന്നുമില്ല. അങ്ങനെ ഉണ്ട് ഒന്നിങ്ങനെ ഉണ്ട് വാടി ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, ഈ അരച്ച് വെച്ച മിക്സില്ലേ അതങ്ങോട്ട് പാർന്നു കൊടുത്ത്. ഇനി ആ എന്താ പറയുക, തക്കാളിൻ്റെയും ആ മുളകിൻ്റെയും മല്ലിൻ്റെയും ഒക്കെ ആ പച്ചമണം വിടുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് നന്നായിട്ട് ചൂടായി വരട്ടെ. ആ ഒരു പച്ചമണമൊക്കെ അങ്ങോട്ട് മാറട്ടെ. പിന്നെ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ കാര്യങ്ങൾ ആരും മറക്കില്ലേ. ഈ വീഡിയോ ഒന്ന് അങ്ങോട്ട് ഇഷ്ടമായാൽ മറ്റുള്ളവർക്കൊക്കെ ഒന്നങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോസിനെ കുറിച്ചിട്ട് അഭിപ്രായം പറയാം. ഇതൊക്കെ ഒന്ന് അങ്ങോട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ തക്കാളിൻ്റെ ഒക്കെ ആ പച്ചമണമൊക്കെ അങ്ങോട്ട് വിട്ട് വരുന്ന സമയത്ത് നമുക്ക് 1-2 സാധനം കൂടി ഇതിലേക്ക് ഇടാണ്ട്. എന്താ വെച്ചാൽ കുറച്ച് ഗരം മസാല, പിന്നെ ജീരകം വറുത്ത് പൊടിച്ചത് ഞാൻ ഇട്ട ആ ഒരു ഇടൽ കണ്ടിട്ട് ഇത് ലാസ്റ്റ് എനിക്ക് പണി കിട്ടണ ഒരു മട്ടം കാണാനുണ്ട്. എന്തായാലും അതൊക്കെ കണ്ട് ഇട്ട് അതിൻ്റെ ആ ഒരു ഇതും കൂടിയൊക്കെ അങ്ങനെ ചൂടായി ഇങ്ങോട്ട് വരുന്ന ആ ഒരു നേരത്തെ നമ്മൾ ഇതുവരെ ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ ഉപ്പ് കൊണ്ട് ഇട്ടുകൊടുത്ത് എന്നിട്ട് പിന്നെ ഒന്നായിട്ടൊന്നങ്ങോട്ട് കുഴച്ച് മറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്താണ് ഇതിലേക്ക് നമ്മൾ സോയാ ചങ്ക്സിനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. സോയാബീൻ എന്ന് പറയുന്ന സോയാ ചങ്ക്സിനെ അങ്ങോട്ട് ഇട്ടുകൊടുത്ത് ഒന്നായിട്ടൊന്നങ്ങോട്ട് മിക്സ് ചെയ്ത് ആ ഒരു മസാലയും സോയയും ഒക്കെ ഒന്നങ്ങോട്ട് കൂടി കലർന്ന് ആ ഒരു എന്താ പറയുക, നല്ല ആ ഗ്രേവിൻ്റെയൊക്കെ ആ മസാലൻ്റെ ഇതിൻ്റെയൊക്കെ ആ മണം ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ച ആ മിക്സിൻ്റെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം പാർന്ന് നല്ലോണം കുലുക്കിങ്ങാണ്ട് ഇതിലേക്ക് അങ്ങോട്ട് പാർന്നു കൊടുക്കുക. ഇത് ആർക്കും ആണെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സിമ്പിൾ കറിയാണ്. കോഴിക്കറി മിസ് ചെയ്യുമ്പോഴൊക്കെ ഇതൊന്നാണ്ട് ഉണ്ടാക്കി നോക്കി, കോഴി തന്നെ വാങ്ങാൻ നിൽക്കണ്ട. അപ്പോൾ അതാ നമ്മൾ അതിൽ ആ വെള്ളമൊക്കെ കണ്ട് പാർന്നു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2-3 വിസിലൊന്നുകൊണ്ട്, ഒരു 3 വിസിൽ മതി, ഇങ്ങോട്ട് വന്നോട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല ഒരു കട്ടി ഗ്രേവിയോട് കൂടിയിട്ടുള്ള ചാറ്, നല്ല എന്താ പറയുക, നല്ല രസമല്ലേ കാണാൻ. അപ്പോൾ ബാച്ചിലേഴ്സിനും നാട് വിട്ട് പോയി നിൽക്കുന്ന എല്ലാവർക്കും അധികം സോയാ സോസൊക്കെയാണ് അധികം കിട്ടുക അല്ലേ. അപ്പോൾ നമ്മളെ നാട്ടിലെ കറികളൊക്കെ മിസ് ചെയ്യുമ്പോൾ ഈ സോയാബീനൊക്കെ വാങ്ങിയാണ്ട് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കി. അപ്പം ഞാനിത് പിന്നെയും ഈ ബാച്ചിലേഴ്സിനും നാട് വിട്ട് പോയ ആൾക്കാർക്കൊക്കെ പറയാൻ കാരണം എൻ്റെ മോനക്ക് എപ്പോഴും ഇതേക്കാരം കറി. എൻ്റെ മോന് നാട് വിട്ട് പോയ ആളാണ് മൂത്താൾ, മോനക്ക് എപ്പോഴും ഇതേക്കാരം കറി. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക് മോനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോനെ കുറിച്ച് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ബായ്.